ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ആ കുട്ടിയെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ കൊണ്ടുപോയി ആ കുട്ടിയുടെ അസസ്മെന്റ് എടുത്ത് ദെൻ ഫൈനലി കൺസൾട്ടിങ് ചെയ്ത് അവരുടെ ഒരു ഫ്യൂച്ചർ സപ്പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്നലെ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഫൈനലി ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ കരിയർ പാത്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു കരിയർ കൗൺസിലിംഗ് പ്രൊജക്ടിന്റെ എൻഡിങ്ങിൽ നമ്മളൊരു ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആരും ഒരു സംരംഭം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നും ആവണം എന്നിട്ട് എങ്ങനെ ഒരു ബിസിനസ് പ്രൊഫഷണലി ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല. പലർക്കും അത് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു എൻക്വയറി വരുന്നു. നമുക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രൊഫഷണലി നമുക്ക് മണിയാക്കി കൺവേർട്ട് ചെയ്യാം. അതാണ് ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എല്ലാവരും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നമുക്ക് വരുന്ന എൻക്വയറീസിനെ നമ്മൾ പ്രൊഫഷണലി നമുക്ക് എന്ത് ചെയ്യണം, അവർ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ പല ഷോപ്പുകളിലും പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും. നമ്മുടെ സാധാരണ ഷോപ്പുകളുണ്ട്, ദെൻ പ്രൊഫഷണലി ചെയ്യുന്ന ഷോപ്പുകളുണ്ട് അല്ലെ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. അപ്പം ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് സെയിൽസ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഈ സെയിൽസ് നടക്കുമ്പോൾ ഒരു പ്രൊഫഷണലി സെയിൽസ് നടത്തുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കാരണം റെയ്മണ്ടിന്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുമ്പോ മേഡം വരൂ ഇരിക്കൂ എന്നൊക്കെ പറയും. സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എടുത്തോന്ന് പറയാം. ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്കും നമ്മുടെ ബ്രാൻഡിങ്, നിങ്ങൾ ഒരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൽമാൻ സാർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. സൽമാൻ സാറിന്റെ ബ്രാൻഡ്, സൽമാൻ സാറാണ് ഇവിടെ ബ്രാൻഡ് ആവുന്നത്, അല്ലെങ്കിൽ മനോജ് സാറാണ് ബ്രാൻഡ് ആവുന്നത്, അജിത മേഡം ആണ് ബ്രാൻഡ് ആവുന്നത്, മെഗാ മേഡം ആണ് ബ്രാൻഡ് ആവുന്നത്, സ്നേഹ മേഡം ആണ് ബ്രാൻഡ് ആവുന്നത്. അപ്പം മേഡത്തിന്റെ കമ്പനിയിലെ ബിസിനസ് മാം എങ്ങനെ ചെയ്യണം, ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണോ അതോ ലോക്കൽ സെറ്റപ്പിൽ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അല്ല, നമ്മൾ കൊണ്ടുവരുന്ന ബിസിനസ് രീതികളാണ്, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിൽ നമ്മൾ കൊണ്ടുവരുന്ന സിസ്റ്റമാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സെയിൽ നടത്താം, ഏറ്റവും ലോ ലെവലിലും സെയിൽ നടത്താം. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ നമുക്കൊരു ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിൽ, നമ്മുടെ ഈ ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സിം എടുക്കുന്നത് തൊട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് നമ്പർ എന്ന് പറയുന്നത് പലർക്കും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു ബിസിനസ് നമ്പർ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. എന്റെ പേഴ്സണൽ നമ്പർ തന്നെ കൊടുത്താൽ പോരെ എന്നുള്ളത് പലരും പറയാറുണ്ട്. പക്ഷെ നമുക്ക് ബിസിനസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട്. അപ്പൊ അതിനെ ഒരു അടക്കും ചിട്ടയിലുമുള്ള ഒരു ബിസിനസ് സമ്പ്രദായം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് ബിസിനസ് നിൽക്കുകയുള്ളൂ. ഇപ്പൊ മാത്രം ഒരു ബിസിനസ് നടത്തി നാളെ ഷട്ടർ ഇടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിന് ഒരു പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ബിസിനസ് നമ്പർ എടുക്കുന്നത് തൊട്ട് വാട്സ്ആപ്പ് ബിസിനസ് സെറ്റപ്പ് തൊട്ട് ഒരു സെൽഫ് ബ്രാൻഡ് ബിസിനസ് പ്രൊഫഷണലിസമായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കും. വാട്സ്ആപ്പ് ബിസിനസ് സെറ്റപ്പ് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് ട്രെയിനിങ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സെൽഫ് ബ്രാൻഡിങ്, നമ്മളൊരു സെൽഫ് ബ്രാൻഡ് ആവണം. നമ്മളെയാണ് ആളുകൾ അറിയപ്പെടേണ്ടത്. സൽമാൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഏകജാലകേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ വേണമെങ്കിൽ നാളെ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ ഒക്കെ കൊടുന്ന് ടൊവിനോ തോമസിനെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയൊക്കെ കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഇത് അവർക്ക് നമ്മൾ വെറുതെ പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ നമ്മളുടെ ബ്രാൻഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ സെൽഫ് ബ്രാൻഡ് ആവുന്നതിലൂടെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള സെൽഫ് ബ്രാൻഡിങ് ട്രെയിനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ബിസിനസ് ട്രെയിനിങ്ങിന്റെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിക്കാം. ഒരു എക്സാമ്പിൾ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ കസ്റ്റം സൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഒരു സൈസ് ഉണ്ട്. ഇപ്പൊ ഒരു ഫേസ്ബുക്കിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു സൈസ് ഉണ്ട്. 1000x1080 ഇങ്ങനെ ഒരു സൈസ് ആണ് വരാം. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രൊഫഷണലി എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഒരു പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റാ പുറത്തൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഡിസൈനിന്റെ പാറ്റേൺ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാറ്റേൺ ക്രിയേറ്റ്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. 2 മിനിറ്റ്സിൽ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ സൈഡിൽ ഡിസൈൻസ് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കാണിക്കും. ജസ്റ്റ് 2 മിനിറ്റ്സിൽ നമ്മുടെ ഡിസൈൻ റെഡി ആവും. പോസ്റ്റർ ഡിസൈൻ. ഓക്കെ, നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യണം. ഇനി
കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നമ്പർ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ പ്രൊഫഷണലി ചെയ്യണം കേട്ടോ. ഞാനത് ഇതിപ്പോ ജസ്റ്റ് ഡെമോ കാണിക്കുകയാണ്. വൺ മിനിറ്റ് പോലും എടുത്തില്ല എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ. ഇങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്നത് ഏകദേശം എത്ര രൂപയാ? സാറിന് അറിയില്ല. സൽമാൻ സാർ ഈ ഫീൽഡിൽ ഉള്ളതാണ്. സാറിന് അറിയാം 250-300 രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ സർ? സൽമാൻ സാർ? 200. ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള ഡിസൈനാണ് നമുക്ക്. ഇത് ഓൾറെഡി അവർ ചെയ്തു വെച്ചിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് നോർമലി നിങ്ങളെ ഞാൻ ഇത് ചെയ്യാൻ പഠിപ്പിക്കും. ഇതേപോലെ പോസ്റ്റർ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലി നിങ്ങളുടെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു പോസ്റ്റർ എടുത്ത് ഒരു നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെ പ്രൊഫഷണലി നമുക്ക് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ അടിയിൽ നമ്പർ വെക്കണേന് നമ്പർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് നമ്മളൊരു കോളം സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് കോർണർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് കോർണർ കൊടുത്തു. ഇനിയിപ്പോ നമുക്ക് ഒരു നമ്മളെ കരിയർ കൺഫ്യൂഷൻ ആണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ളത്. അപ്പൊ നമുക്കൊരു കരിയർ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ ഇവിടെ ടൈപ്പ് ചെയ്യാം. കരിയർ കൺഫ്യൂഷൻ. യെസ്. പെയർ എടുത്തു, സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ജസ്റ്റ് പോസ്റ്റ് റെഡി ആയി. ഇനിയൊരു ക്യാപ്ഷൻ മാത്രം കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്പർ കൊടുക്കണം, ടെക്സ്റ്റ് കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ്. റെഡി. ഇനി ഒരു ക്യാപ്ഷൻ കൊടുത്താൽ മതി. ഇനിയിപ്പോ വേണമെങ്കിൽ പോസ്റ്റർ ഇപ്പൊ നമുക്കൊരു ടൈറ്റിൽ കൊടുത്തു, ജസ്റ്റ് അറിയൂ. ഇതിൽ റീറൈറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സ്പെൽ ചെക്ക് ചെയ്യണമെങ്കിൽ എടുത്തു, ക്യാപ്ഷൻ കൊടുത്തു. വേണമെങ്കിൽ ഈ സാധനത്തിൽ നമുക്ക് വേണമെങ്കിൽ ബീജി റിമൂവ് കൊടുക്കാം. ഇതെടുത്ത് നമ്മൾ എഡിറ്റ് പോയിട്ട് മാജിക് കാസർ എടുത്തിട്ട് മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാച്ച് കളയാം. പോയി. ഓക്കെ, പോസ്റ്റ് റെഡി. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നില്ല ബാക്ക്ഗ്രൗണ്ട്. യെസ്, കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ തരും കേട്ടോ. കഴിഞ്ഞു. ഇതിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 1 by 1 ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റേജും എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും. ഓക്കെ, ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പം പിന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ഒരു വീഡിയോ ഉണ്ടെങ്കിൽ
ക്യാൻവയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ നമ്മളിവിടെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലെല്ലാം നമുക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു ബ്രൗസർ ഡിസൈനിങ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു ബിസിനസ്സുകാരനാവുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ എൻക്വയറി ക്ലോസ് ആവുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലി നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കരിയർ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുന്നതിന്റെ ഒരു 70% ആകുമ്പോഴത്തേക്കിന് അതിനോടൊപ്പം തന്നെ പറ്റുവാണെങ്കിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ നമ്പർ, അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളെല്ലാം പാരലി എടുത്ത് പോവാം. മെയിൽ ഐ ഡി നല്ലൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. നമ്മൾ ആഡ് ഓൺ ചെയ്യണം. മെയിൻ ആയിട്ട് വേണ്ടത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വരുന്നത് യൂട്യൂബ് ചാനൽ കമ്പൽസറി ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ട്രെയിനിങ്ങിന്റെ പാർട്ടിൽ പറയും. ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ എടുത്തിരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ഒരു 50% ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതും പാരലി സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് എൻക്വയറീസ് വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എൻക്വയറി ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയാ പല ആളുകളുടെയും ഡി പി കാണുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഒരു പ്രൊഫഷണൽ ഫോട്ടോസ് ഒന്നും അല്ല വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ പ്രൊഫഷണൽ ഫോട്ടോസും ഡി പി ഒക്കെ ആയിരിക്കണം. കാരണം ഒരു എൻക്വയറി വരുമ്പോൾ നിങ്ങൾ ഐഡന്റിറ്റി വരുന്നത് നിങ്ങളിലേക്ക് അവർ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. ഒരു എൻക്വയറി വരുമ്പോൾ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെ നിങ്ങളുടെ പ്രൊഫൈലും അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ പോയി നിങ്ങൾക്ക് ഒരു എൻക്വയറി വരുന്ന സമയത്ത് അവര് നിങ്ങളുടെ ഡി പി ഒക്കെ ഒന്ന് നോക്കും. ഡി പി നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വല്ല ഏത് രൂപത്തിലാണോ ഏത് സാഹചര്യത്തിലാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഡി പിക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അതൊരു പ്രൊഫഷണൽ ഡി പി തൊട്ട് വാട്സപ്പിൽ ഡി പി തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊഫഷണലി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതിനുള്ള ബാക്ക് എൻഡ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ സെറ്റപ്പ് ഇവിടുന്ന് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വാട്സ്ആപ്പ് ബിസിനസ് സെറ്റപ്പ് തൊട്ട് പോസ്റ്റർ ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെൽഫ് ബ്രാൻഡിംഗ് ട്രെയിനിങ് വരെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അല്ലേ? ബിസിനസ് പ്രൊഫഷണലായി നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മാസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ കൗൺസിലിംഗിലാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത് അഡ്മിഷൻ കൗൺസിലിംഗ് ട്രെയിനിങ്ങിലാണ്. അഡ്മിഷൻ കൗൺസിലർ ആയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫീസർ ആയിട്ട് കൂടി നിങ്ങളുടെ ഡെസിഗ്നേഷൻ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അഡ്മിഷൻ ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷനിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ അഡ്മിഷൻ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ ഏരിയാസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏകജാലയ കേന്ദ്രയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏകജാലയിലൂടെ എന്തൊക്കെ സർവീസുകളിലൂടെയാണ് അഡ്മിഷൻ സർവീസ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നമുക്ക് വരുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഡിസ്കഷൻ നമ്മുടെ പോയിന്റ് വരുന്നത്. ഡിസ്കഷൻ പോയിന്റ് തന്നെയാണ് അഡ്മിഷൻ കൗൺസിലിംഗിലൂടെ എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, അപ്പം ഏകജാലയ കേന്ദ്രയിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്മിഷൻ പദ്ധതികൾ തന്നെയുണ്ട്. ഇതിനെ സെപ്പറേറ്റ് പറയാനുള്ള ഒരു കാരണം, ഒരു പ്രൊജക്ട് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്ടിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ ഏകജാലയ കേന്ദ്രയുടെ ഡൊമസ്റ്റിക് അഡ്മിഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി. ഏകജാലയ കേന്ദ്ര ഓക്കെ, ഡൊമസ്റ്റിക് അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അടുത്തേക്ക് കൗൺസിലേഴ്സിന്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് വരുന്നുണ്ടാവും. പല സ്റ്റുഡൻസിനും ഡയറക്റ്റ് കൗൺസിലിംഗ് വേണ്ടതായിട്ട് വരും. ചില കുട്ടികൾ പ്രീപ്ലാൻഡ് ആയിരിക്കും. അജിത മേഡത്തിന്റെ ഒരു ക്ലയന്റിനെ ലാസ്റ്റ് ഞങ്ങൾ ഡീൽ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ധനലക്ഷ്മി കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ആ കുട്ടി. അപ്പം ആ കുട്ടിയുടെ ഒരു കാര്യം നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വളരെ വളരെ ഞങ്ങൾ കൗൺസിലിംഗിന്റെ പാർട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു, ഓൺലൈൻ കൺസൾട്ടിങ് നടത്തി. പക്ഷെ ആ കുട്ടി പ്രീപ്ലാൻഡ് ആണ്. പ്രീപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഒരു കോഴ്സിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ പോയിട്ട് അസസ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചെയ്യോ? ഇല്ല. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ ഓഫീസർ എന്ന് പറയുന്ന റോളാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രൂപാന്തരം ചെയ്യേണ്ടത്. അഡ്മിഷൻ ഓഫീസർ ആയിട്ട് മാറുന്ന സമയത്ത് ആ കുട്ടിക്ക് ഓൾറെഡി പ്ലാൻഡ് ആണ്. ആ പ്ലാൻ ചെയ്യുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അവിടെ പോയിട്ട് അസസ്മെന്റ് ഉണ്ടെന്ന് പറയാം, വേണമെങ്കിൽ ചെയ്യാം, അത് നിർബന്ധമില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ചില കേസുകളിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താവും, കുട്ടിക്ക് അസസ്മെന്റ് പറയുമ്പോൾ ഇവിടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കൊടുത്ത ഒരു കുട്ടി കോഴ്സിന് ജോയിൻ ചെയ്യും. പക്ഷേ ഒരു 2000 രൂപ കൊടുത്ത് അസസ്മെന്റ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല ചില കേസുകളിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടാനും പാടില്ല. ദെൻ നമുക്ക് 2 സർവീസ് ഉണ്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ കുട്ടി കൗൺസിലിംഗ് ചെയ്തില്ലല്ലോ, അന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് അടുത്ത സർവീസ് കൊടുക്കുന്നില്ല എന്നല്ല നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അവിടെ ചിലപ്പോൾ എന്താവും, ആ കുട്ടി അഡ്മിഷന്റെ പ്ലാൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, അഡ്മിഷന് ഏത് കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കോഴ്സ് ഏതാണ് ആൾക്ക് വേണ്ടത്,
ഏത് അഡ്മിഷൻ സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ രണ്ടും കിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ 2000 രൂപയുടെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ കുട്ടി അത് ചെയ്യില്ല, പക്ഷെ അഡ്മിഷനും കിട്ടാത്ത അവസ്ഥ വരും. അവര് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡൊമസ്റ്റിക് അഡ്മിഷനിൽ ഇത്തരത്തിലുള്ള കേസുകൾ വരാം. എല്ലാവരും പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ആ പ്രീ പ്ലാൻഡ് ആവുന്ന സമയത്ത് നമ്മൾ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ അസസ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് കരിയറിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അസസ്മെന്റ് കൂടി എടുത്തിട്ട് നമുക്ക് കോഴ്സ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ BSc നഴ്സിംഗ് ആണ് വേണ്ടെങ്കിൽ നമുക്കൊരു കാര്യം BSc നഴ്സിംഗിലേക്ക് നമുക്ക് അഡ്മിഷൻ തരാം. എവിടെയാണ് ലൊക്കേഷൻ വേണ്ടത്, ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയാണോ അഡ്മിഷൻ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ കേരളത്തിൽ വേണമെന്ന് പറയും കുട്ടികൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഡിസ്ട്രിക്ട് ആണ് അവർക്ക് ചൂസ് ചെയ്യുന്നത് അതിനെ ചോദിക്കാൻ. കാരണം ഒരുപാട് ലൊക്കേഷൻസിൽ വരുന്ന കോളേജുകളുണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ അഡ്മിഷൻ ഓഫീസേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അവർ പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ചോദിച്ചതിന് ശേഷം നമുക്ക് ബാക്ക് എൻഡിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അത് നിങ്ങൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽ ഇടുക. അപ്പോൾ ഏതാണോ കോളേജ് എന്ന് വെച്ചാൽ അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള കോളേജുകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടിക്ക് അഡ്മിഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്മിഷൻ ഓഫീസറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡൊമസ്റ്റിക് അഡ്മിഷൻ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ലിസ്റ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. കോളേജിന് തന്നെ ലിസ്റ്റുകൾ ഉണ്ട്. ചില കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ലിസ്റ്റ് ഇപ്പോൾ തരാത്തത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണോ ഓതറൈസ്ഡ് കോളേജുകൾ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലും ബാംഗ്ലൂരിലും പിന്നെ നമ്മുടെ തമിഴ്നാടും ആണെങ്കിൽ തമിഴ്നാട് ഏതൊക്കെ സ്റ്റേറ്റിൽ നമുക്ക് ഏതൊക്കെ കോളേജുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് തരും, ഡ്രൈവിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിൽ എത്രയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിലുണ്ടാവും. ആ ഫീസ് മാത്രമല്ല 3 വർഷത്തെ ഫീസ് എത്രയാണ് വരുന്നത്, അത് അഡീഷണലി എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടോ, ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ അഡീഷണലി ഹോസ്റ്റൽ ഫീസ് വരുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിൽ നിങ്ങളുടെ കമ്മീഷനും ഉണ്ടാവും. ഇത്രയാണ് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 20,000 ആയിരിക്കും, ചിലപ്പോൾ 30,000 ആയിരിക്കും, ചിലപ്പോൾ 40,000 ആയിരിക്കും. എത്രയാണ് ആ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ മെൻഷൻഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡൊമസ്റ്റിക് അഡ്മിഷനിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി സെക്കൻഡ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഏകജാല കേന്ദ്രയുടെ ഇന്റർനാഷണൽ അഡ്മിഷൻ സപ്പോർട്ടാണ്, അഡ്മിഷൻ പ്രൊജക്ട് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു 6 മാസം ചിലപ്പോൾ 1 ഇയർ വരെയൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർനാഷണൽ അഡ്മിഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമുക്ക് 20% വർക്കേ നമുക്ക് വരുന്നുള്ളൂ. അതായത് ഇപ്പൊ മെഗാ മാമിന്റെ കയ്യിൽ ഒരു ഫയൽ ഡൊമസ്റ്റിക് അഡ്മിഷന്റെ ഫയൽ കിട്ടി എന്നുണ്ടെങ്കിൽ ഈ ഡൊമസ്റ്റിക് അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ഡോക്യുമെന്റ് കാര്യങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട് നമ്മുടെ ഏകജാലകയുടെ ട്രെയിനിങ് ആപ്പിൽ. നിങ്ങൾക്ക് ഇതിൽ സ്റ്റഡി അബ്രോഡിന്റെ 6 വീഡിയോസ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ലെവൽ 1 ആണെങ്കിൽ ആയിട്ടുള്ള ധാരണ ചെയ്യുന്നതല്ല. പക്ഷെ ഇത് എന്താന്നുള്ളതാണ് ആദ്യം നിങ്ങൾ അറിയേണ്ടത്. Student Economic Counselor is a professional who provides guidance and support to the students regarding their academic choices, helping them select appropriate entry and courses, plan their degree path, monitor their academic progress, and address any challenges they might face to achieve their educational goals. Students are on track to graduate successfully. അപ്പോൾ നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ നമ്മുടെ റോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മെന്ററും അഡ്വൈസറുമാണ്. അപ്പം ഒരു കുട്ടിക്ക് വഴി കാട്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓഫ്കോഴ്സ് നമ്മൾ ചെയ്യുന്ന ഈ സർവീസിന് പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ കുട്ടീനെ ഒരു നല്ല വഴിക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടി നമ്മുടെ അടുത്ത് വരുന്നത് അത്രയും വിശ്വാസം അറ്റൻഡ് ചെയ്യാം. 6 മൊഡ്യൂളാണ് ഉള്ളത്. ഈ 6 മൊഡ്യൂൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. സ്റ്റഡി അബ്രോഡിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അബ്രോഡ് കൗൺസിലർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ അഡ്മിഷൻ കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മുടെ പാർട്ട് എന്താണ്, നിങ്ങൾ ഏതുവരെ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആണ് അതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം ഇന്റർനാഷണൽ അഡ്മിഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിൽ 20% വർക്കേ നമുക്ക് വരുന്നുള്ളൂ. 80% വർക്ക് ബാക്ക് എൻഡിലാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഫയൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഫസ്റ്റ് സ്റ്റേജിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് വരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു കുട്ടിയുടെ ഫയൽ നമ്മൾ ബാക്ക് എൻഡിൽ എടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് 5,000 rupees വരെ നമുക്ക് മേടിക്കാം. 5,000 rupees ഇനീഷ്യൽ സ്റ്റേജിൽ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് മേടിക്കാം. ഈ ഒരു പേയ്മെന്റ് കാരണം ഫയലെല്ലാം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ ഓപ്ഷൻ ഒരു 5-10 യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും.
അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബാക്ക് എൻഡിൽ ഒരാളിരുന്ന് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു 5 യൂണിവേഴ്സിറ്റികളിലേക്കോ 10 യൂണിവേഴ്സിറ്റികളിലേക്കോ നമ്മൾ അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ററാക്ഷൻ ഓഫീസർ. കാരണം നമ്മളൊരു കൺസൾട്ടന്റ് ആണ്, ഒരിക്കലും ഒരു ഏജൻസി അല്ല. കൺസൾട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ ആളുടെ പ്രൊഫൈൽ എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് എൻഡിൽ നിന്ന് കൺസൾട്ടിങ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സംസാരിക്കേണ്ടതായിട്ട് വരും, അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും, ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് ബാക്ക് എൻഡിലായിരിക്കും. 80% വർക്കും ചെയ്യുന്നത് ബാക്കിൽ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പാർട്ട് എന്താണെന്നുള്ളത് ട്രെയിനിങ്ങിൽ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആസ് എ അഡ്മിഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ അഡ്മിഷൻ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഓഫീസറുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ടീമായിട്ടാണ് ചെയ്യുന്നത്. അഡ്മിഷൻ ഓഫീസറുടെ സഹായത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ അഡ്മിഷന്റെ ഏതെങ്കിലും ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഡയറക്ട്ലി നമുക്ക് സൂം മീറ്റ് വേണമെങ്കിൽ വെക്കാം. ഇന്റർനാഷണൽ അഡ്മിഷൻ നിങ്ങൾക്ക് ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിങ്ങിന്റെ ഗൈഡൻസ് തരാം. അതിനുവേണ്ടി നിങ്ങൾ സൂം മീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. നമ്മളെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അഡ്മിഷൻ ഓഫീസറും നമ്മുടെ കൗൺസിലറും സ്റ്റുഡന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വൺസ് 1-2 കേസുകൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയും നമ്മുടെ ഇവിടുന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഏകജാല കേന്ദ്ര ഓൺലൈൻ UG PG പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഏകദേശം 17ഓളം യൂണിവേഴ്സിറ്റികളാണ് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുള്ളത്. UG PG അഡ്മിഷൻ പ്രൊജക്ടിലൂടെ നമ്മൾ ഓൺലൈൻ, അത് ഇ-ലേൺ അഡ്മിഷൻ പദ്ധതിയാണ്. ഇ-ലേൺ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് എവിടെ ഇരുന്നും കോഴ്സുകളും സ്കിൽ കോഴ്സുകളും ഡിഗ്രി UG PG പ്രോഗ്രാംസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടിന് ഇ-ലേൺ അഡ്മിഷൻ പദ്ധതി എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഏകജാല കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് അഡ്മിഷൻ സപ്പോർട്ട്. ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്, ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും. അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് വരുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഏകദേശം 10-30ഓളം കോഴ്സുകൾ 40ഓളം കോഴ്സുകൾ നമുക്കുണ്ട്. ആ കോഴ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എവിടെ ഇരുന്നും ലോകത്തിന്റെ എവിടെ ഇരുന്നും സ്റ്റുഡൻസിന് പഠിപ്പിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് നമുക്കുള്ളത്. ഇവിടെ ട്യൂഷൻ ടൂളുകൾ മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സെയിൽ ചെയ്യുന്നതിലൂടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. കോളേജ് അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ വരുന്ന ഒരു പ്രൊജക്ട് ആണ്. ഓൾ ഇന്ത്യ ലെവലിലേക്ക് വരുന്നതാണ്. അതിന്റെ PPT ആണെന്ന് മാത്രമേ ഉള്ളൂ. എബ്രോഡ് സ്റ്റഡി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ UK, കാനഡ, US, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഏത് കൺട്രിയിലേക്ക് നമുക്ക് അഡ്മിഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതെന്ന് മാത്രം. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളുടെ അഡ്മിഷൻസ് ആണ്. നമുക്ക് ഏത് കോഴ്സുകളാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാം. അത് നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് റിസർച്ച് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജും ഈ പറയുന്ന സ്കിൽ കോഴ്സുകൾക്ക് ഓതറൈസ്ഡ് ആയിട്ട് അഡ്മിഷൻ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടും അതിലൂടെ നിങ്ങൾക്ക് കമ്മീഷനും സർവീസ് ചാർജും നിങ്ങൾക്ക് നല്ല രീതിയിൽ തരാവുന്ന രീതിയിലായിരിക്കും എല്ലാം വരുന്നത്. ഇ-ലേൺ അഡ്മിഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ട്യൂഷൻ ടൂളുകൾ ആയിക്കോട്ടെ, PSC കോച്ചിങ് ആപ്പുകൾ ആയിക്കോട്ടെ, എൻട്രൻസ് കോച്ചിങ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് കോഴ്സും, റെയിൽവേ ജോബ് എൻട്രൻസ്, ബാങ്ക് ടെസ്റ്റ്, കോർപ്പറേറ്റ് ഓഫീസ് അസോസിയേറ്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, HR സ്പെഷ്യലിസ്റ്റ്, ഓട്ടോകാഡ്, എക്സൽ, സ്റ്റോക്ക് മാർക്കറ്റ്, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ AC റിപ്പയറിംഗ്, ട്രാവലിംഗ് ടൂറിസം, ലോജിസ്റ്റിക്സ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാം. ഇതിന്റെ പ്രൊജക്ടിൽ വരുന്നത് 3800 രൂപയാണ്. ശരിക്കും ഇത് ഈ കോഴ്സ് പഠിക്കാൻ 3 മാസം ട്രെയിനിങ്ങും 3 മാസം ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. 6 മാസത്തെ കോഴ്സാണ്. 3 മാസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കോഴ്സ് പഠിക്കാം. ഓക്കെ, അതിന് വരുന്ന ടോട്ടൽ ഫീസ് വരുന്നത് 13,800 ആണ് കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ ഈ 13,800-ൽ 3,800 രൂപ മാത്രം സ്റ്റുഡന്റ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. ഈ 3,800 രൂപ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് പെർ സ്റ്റുഡന്റിൽ നിന്ന് 1,500 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് വരുന്നത്. ഈ ഓരോ പ്രൊജക്റ്റും ഡിഫറെന്റ് ആണ്. പക്ഷേ 40ഓളം കോഴ്സുകൾക്ക് സെയിം ആയിട്ടുള്ള ഫീസാണ് വരുന്നത്. 3,800 രൂപയുടെ ഒരു കോഴ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,500 രൂപയാണ് ഇൻകം കിട്ടുന്നത്. ഈ 3,800 രൂപയുടെ കോഴ്സ് കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം അവർക്ക് അതേ മേഖലയിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് 3 മാസം വർക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ജോലിക്ക് കയറ്റും, ഇന്റേൺസ് ആയിട്ട് ജോലിക്ക് കയറ്റും. ഓക്കെ, ജോലിക്ക് കയറ്റിയതിന് ശേഷം അവിടെ പിന്നെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ ആ കമ്പനി തന്നെ അവരെടുക്കും. ഓക്കെ, അപ്പൊ പിന്നെ സാലറിഡ് ആയി. ഓക്കെ, അപ്പോൾ അടുത്ത ലെവലിലേക്ക് നോക്കുന്നത് നമ്മളുടെ പാർട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ നമ്മുടെ പാർട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ഓഫർ ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ, ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ കുട്ടിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ത്രൂ തന്നെ കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് 10,000 രൂപ അടയ്ക്കണം. ക്ലിയർ ആയല്ലോ? ബാലൻസ് 10,000 രൂപ അവർ അടയ്ക്കണം. ഓക്കെ, അപ്പൊ അതില് ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ 5,000 രൂപയും പിന്നെ ജോലിക്ക് കയറിയതിനു ശേഷം അവിടെ സാലറി കിട്ടിയതിനു ശേഷം ബാലൻസ് 5,000 അടച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊജക്ട് ആണ് ഇ-ലേൺ അഡ്മിഷൻ പദ്ധതിയിലൂടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് നമുക്ക് കൊടുക്കുന്നില്ല. 3,800 രൂപ അടച്ചുകൊണ്ട് ആ കുട്ടിക്ക് ആദ്യം ഫീസ് അടയ്ക്കാം, പിന്നെ ആദ്യം ജോലി കിട്ടിയിട്ട് ഫീസ് അടച്ചാൽ മതി. ഈ ഒരു
കോൺസെപ്റ്റ് ആണ് അതിലൂടെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏകദേശം 30+ കോഴ്സുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇതിലൂടെയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് NIOS എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ അടുത്തുണ്ട്. NIOS എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, പാതി വഴിയിൽ കുട്ടികൾ പഠനം നിർത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്, 2 പ്രൊജക്ട് ഉണ്ട്. ഒന്ന് NIOS ഉണ്ട്, ഒന്ന് +2 ലെവൽ വരുന്നത് ബോസെ എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പ്രൊജക്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇതെല്ലാം അഡ്മിഷന്റെ ഉള്ളിൽ വരുന്ന അഡ്മിഷൻ സപ്പോർട്ടിൽ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഇത് പറയുന്നത് മാത്രം. പിന്നെ വരുന്നത് സ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്. സ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്കില്ലുണ്ട്. ഇപ്പൊ മേഘാ മേഡത്തിന് ഒരു കേക്ക് മേക്കിംഗ് സ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കും. കേക്ക് മേക്കിംഗ് സ്കിൽ ഉണ്ട്, പക്ഷെ പോയി പഠിച്ചോന്നല്ല. പക്ഷെ നമ്മൾ അതിൽ ഒരാളുടെ ഒപ്പം നിന്ന് എക്സ്പെർട്ടൈസ് ചെയ്ത് പഠിച്ചു, പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ലിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട് തൊഴിലറിയാം പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുന്നത്. അവർക്ക് സ്കിൽ കാർഡും സ്കിൽ സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന പ്രൊജക്ട് ആണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ROI ആയി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോരോ പ്രൊജക്ടുകളും ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. ജൂനിയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറയുന്നത് സ്കൂളുകളിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട് ആണ്. 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇലക്ട്രോണിക്സ്, ഇപ്പൊ കൈയടിച്ചു കഴിഞ്ഞാൽ ബൾബ് കത്തുക, ശാസ്ത്രമേളയ്ക്ക് സ്കൂളുകൾ കോമ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ സ്കൂളുകളിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഡയറക്റ്റ് എല്ലാ കുട്ടികളിലേക്കും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ്. അങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട് നമുക്ക്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈൻ UG PG പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്ക് വരുന്ന യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റി, സുരേഷ് ദയാൻ യൂണിവേഴ്സിറ്റി, മംഗളയാൻ, സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇതിന്റെ ട്രെയിനിങ് ഉണ്ട്, സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരും. ഇതിന്റെ അമൃത വരെ നമ്മുടെയായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ ചെയ്യാം. ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഏകദേശം 17ഓളം യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 17ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർവീസ് കൊടുക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 3rd സ്റ്റേജിലേക്ക് പോവാണ്. 2nd സ്റ്റേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജിൽ മാസ്റ്റർ ഇൻ കരിയർ കൗൺസിലിംഗ്, സെക്കൻഡിൽ ഈ പറയുന്ന മാസ്റ്റർ ഇൻ അഡ്മിഷൻ കൗൺസിലിംഗ് ആണ് വരുന്നത്. ഈ അഡ്മിഷൻ കൗൺസിലിംഗിൽ എല്ലാം നമ്മളെടുത്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിക്കണം. അത്രയും പ്രൊഡക്റ്റുകൾ വരും. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക എല്ലാം ചെയ്യാം. ഇതിനൊക്കെ അവയർനെസ് ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിലും ഇതിലൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുവരെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണ്. ആ സ്കൂളിലൊരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ശാസ്ത്രമേളയ്ക്ക്, അത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇലക്ട്രോണിക്സ്, ഇപ്പം റോബോട്ടിക്സും AI എല്ലാം വെച്ച് വരുന്ന കുട്ടികളെ കൊണ്ട് തന്നെ ഒരു 15ഓളം പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. ക്ലിയർ ആയോ? 15ഓളം സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫിസിക്കൽ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും നമ്മൾ അതിന്റെ ട്രെയിനിങ് കൊടുക്കും. സ്കൂളുകളിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കും. സ്കൂളുകളിൽ തന്നെ ഇപ്പൊ ഡെമോ വെക്കുകയാണെങ്കിൽ നമ്മുടെ ടീം വന്ന് അവിടെ വന്ന് ട്രെയിനിങ് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇപ്പൊ കൈയടിച്ചു കഴിഞ്ഞാൽ ബൾബ് കത്തുക, അതൊക്കെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. ഓട്ടോമാറ്റിക്കലി ഓടുന്ന കാർസ് അല്ലെങ്കിൽ സെൻസേഴ്സ് വെച്ചിട്ടുള്ള പ്രൊജക്ട്സുകൾ, അങ്ങനെ നിരവധി പ്രൊജക്ട്സുകൾ ഉണ്ട്. ഇതിന്റെ ഏകദേശം 15ഓളം പ്രൊജക്ട്സുകൾ ഉണ്ട്. സ്കൂളിൽ പോയിട്ട് ക്ലാസ് കൊടുക്കും. സ്കൂളിൽ പോയിട്ട് അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ ചെയ്ത് കൊടുക്കുക. പ്രാക്ടിക്കൽ വേർഷൻ ചെയ്യുമ്പോൾ അതിന്റെ ടീം വരും. പ്രാക്ടിക്കലി എല്ലാ ഐറ്റംസും ആയിട്ടാണ് വരിക. വന്നിട്ട് അവിടെ നമ്മൾ ഡെമോ കാണിക്കും. ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഫ്ലാറ്റ് ആവും. കാരണം നമുക്ക് കൗൺസിലിംഗ് മാത്രമല്ല, കൗൺസിലിംഗിലൂടെ മാത്രമല്ല വരുമാനം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കടലാണ്. അപ്പൊ നമുക്ക് ഈ അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആ പ്രോഗ്രാമിന്റെ എൻഡിലേക്ക് ചിലപ്പോൾ ബൾക്ക് ആയിട്ടായിരിക്കും അഡ്മിഷൻ വരിക സ്കൂളുകളിലെ കുട്ടികൾ. അപ്പം മന്ത്ലി ചിലപ്പോൾ ഈ കുട്ടികൾ 6 മാസത്തെ കോഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 500 രൂപ വെച്ച് അടച്ചാൽ മതിയോ കുട്ടികൾ? ഓക്കെ, അപ്പൊ ഈ 100 കുട്ടികളാകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം 6 മാസം വരെ വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രൊജക്ടുകൾ, അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രൊജക്ടുകളും നമുക്ക് വരുന്നുണ്ട് ഇതില്. ഓക്കെ, ക്ലിയർ ആയല്ലോ മാം? ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, മേഘ മാം എന്തോ ചോദിച്ചിരുന്നു. അതെ സർ, ഡൊമസ്റ്റിക് അഡ്മിഷന്റെ കാര്യത്തിനെ കുറിച്ചായിരുന്നു. നോർമലി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ്സ് അങ്ങനെ അല്ലെങ്കിൽ നെയ്ബേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു അഡ്മിഷൻ കൊടുക്കുമ്പം അത് മീൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സെക്യൂരിറ്റി അവർക്ക് കൊടുക്കണമല്ലോ. മീൻസ് നമുക്ക് അത്രയും സോ അത് അതിൽ പിന്നീട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക്
ഫാമിലീസിലൊക്കെ ആണെങ്കിൽ Yes. റിലേഷൻഷിപ്പ് ബാധിക്കുമല്ലോ. അപ്പം അത്രയും തീർച്ചയായും സേഫ്റ്റി നമുക്ക് കൊടുക്കാം. ഞാൻ ചോദിക്കുന്നത് മീൻസ് ഡയറക്റ്റ് ആയിട്ട് അത് തീർച്ചയായും പറയുന്നു. യെസ് യെസ് അതായത് ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഡ്മിഷൻ പ്രോസസ്സ് അഡ്മിഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത് അതിനി ഒരു 2000 രൂപയുടെ കോഴ്സ് ആണെങ്കിലും 2 ലക്ഷം രൂപയുടെ ആണെങ്കിലും 20 ലക്ഷം രൂപയുടെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സർവീസിൽ സൂക്ഷിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്ക് എൻഡിൽ ഒരു ഞാൻ ഏകദേശം ഒരു 12 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, 13 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ കോളേജുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായി. ഇനിയിപ്പോ ഇവൻ എത്ര നല്ല ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, എത്ര നല്ല ഹോസ്പിറ്റൽ ആണെങ്കിലും. ഓക്കെ, അതായത് എന്റെ വൈഫിന്റെ ഡെലിവറി എടുത്തിട്ടുള്ള ഡോക്ടർ ആദ്യത്തെ ഒരു 10-15 വർഷം മുന്നേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നം ആളുടെ പേരിൽ കേസ് ഉണ്ട്. പക്ഷെ ഇന്ന് ആള് ബെസ്റ്റ് ഡോക്ടറാ, എല്ലാവരും ആളെ വന്നിട്ടാ കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എത്രത്തോളം കെയർ കൊടുത്ത് ചെയ്താലും ആ കെയർ കൊടുത്ത് ആ സമയത്ത് ചിലപ്പോൾ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്തായിരിക്കും അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവുക ഈ ഒരു പ്രശ്നത്തിൽ. അപ്പൊ നമ്മളുടെ ഈ കോളേജ് എന്ന് പറയുന്ന കോളേജ് അഡ്മിഷൻസിൽ നമുക്കൊരു പരിധി വരെ കോളേജിന്റെ ലൈസൻസ്, അതേപോലെ തന്നെ ആ കോളേജ് ഓതറൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ആ കോളേജിന് ആ ഒരു സ്റ്റേറ്റിൽ അതിന്റെ അംഗീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോളേജ് ആണോ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആണോ, യൂണിവേഴ്സിറ്റി ലെവലിൽ നോക്കുന്ന സമയത്ത് എല്ലാവിധ ലൈസൻസും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷമാണ് നമ്മളൊരു കോളേജ് നിങ്ങൾക്ക് പ്രിഫറൻസ് തരാം. ഓക്കെ, പക്ഷെ കോളേജിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത കോളേജുകൾ ഇപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ ഈ പറയുന്ന BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് 5 ലക്ഷം രൂപയ്ക്കും നമുക്ക് സെയിൽ ചെയ്യാം, 8 ലക്ഷം രൂപയ്ക്കും സെയിൽ ചെയ്യാം, 12 ലക്ഷം രൂപയ്ക്കും സെയിൽ ചെയ്യാം. പക്ഷെ ഇവിടുന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്താ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? സെയിം ആണ്. ഫൈനൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് ബോഡിയുടെ ലൈസൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ ഓതറൈസേഷൻ ആണ് കിട്ടുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് KTUന്റെ അണ്ടറിലാണ് എല്ലാം കിട്ടുന്നത്. അപ്പൊ ഈ KTUന്റെ അണ്ടറിൽ വരുന്ന ലൈസൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാലും അങ്ങനെ തന്നെയാണ്, ഇനി പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാലും ആ ഒരു KTUന്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സേഫ് ആയിട്ട് ഇത് കൊണ്ടുപോയാലും നമുക്ക് ചില കാര്യങ്ങളിൽ നെഗറ്റീവ്. പക്ഷെ നമ്മുടെ പ്രശ്നമല്ല അത്, നമ്മുടെ പ്രോബ്ലമേ അല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജോയിൻ ചെയ്ത് കഴിയുന്ന വരെയുള്ള എല്ലാവിധ അവിടുന്ന് പാസ് ഔട്ട് ആവുന്ന വരെയുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യും. മാനേജ്മെന്റിന്നോ കോളേജിൽ നിന്നോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. ഇനി അവിടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനുള്ള ആളുകളും ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മളുണ്ട്. പക്ഷെ ആ കുട്ടി ജോയിൻ ചെയ്തിട്ട് ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരിക്കലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും വരാമല്ലോ, നമുക്ക് ശരിക്കും അങ്ങനെയും വരാം. കാരണം നമ്മൾ നല്ലതെന്ന് വിചാരിച്ച ഒരാൾ കയറ്റുന്നു, അഡ്മിഷൻ എടുക്കുന്നു, പക്ഷെ ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പാർട്ടല്ല. അത് പാരന്റ്സിന് ഒരിക്കലും നമ്മളെ അല്ലെങ്കിൽ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് മാം ചോദിച്ചൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ ഫാമിലിയിൽ തന്നെ ഒരു പേഴ്സണെ ആർക്കിടെക്ടിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹം നെഹ്റു കോളേജിലായിരുന്നു. അവിടെ പാർട്ടിപരമായിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് ആൾ ഇൻവോൾവ് ചെയ്യുകയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. കാരണം ഞാൻ എന്റെ ഒരു റിലേഷനിൽ തന്നെ ആളെയാണ് അവിടേക്ക് അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ശരിക്കും. ഓക്കെ മാം, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? ഇനിയുണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതെല്ലാം നമുക്ക് പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയുണ്ട് പ്രൊഡക്റ്റുകൾ, പക്ഷെ നമ്മൾ കുറച്ചും ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കടലാണ്, പല പല പ്രൊഡക്റ്റുകളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ നമ്മൾ ഇതിൽ മാർക്കറ്റിംഗ് സൈഡ് ഉണ്ട്, ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് വേറെയാണ്. ഞാൻ പറഞ്ഞ പോലെ കരിയർ കൗൺസിലിംഗിന്റെ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, പിന്നെ എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വന്നു, നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ വീഡിയോ പ്രൊമോഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൃത യൂണിവേഴ്സിറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ് ക്യാമറയുടെ മുന്നിൽ വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണ് അമൃത യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്, ഇത്രയും കോഴ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഓതറൈസേഷൻസ് ഉണ്ട്, ഇത്രയും കമ്പനീസുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാണ്, നിങ്ങളുടേതായിട്ടുള്ള ഓൺ ടൈമിൽ ഇരുന്ന് പഠിക്കാം, വർക്കിംഗ് പ്രൊഫഷൻസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരു വീഡിയോസ് നിങ്ങൾ ഓൺ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ നമ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൊള്ളുന്നോണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അത് പിന്നീട് ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ട്രെയിനിങ്, ഈ ഗവേണൻസ് ട്രെയിനിങ് എന്നാണ് അതിനെ പറയാം. ഈ ഗവേണൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് തലത്തിൽ വരുന്ന എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത്
ഇന്ന് ഈ മിത്ര ജനസേവന കേന്ദ്രം അങ്ങനെയുള്ള ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് എടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സോറി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കോഴ്സ് അല്ല, ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് പ്രൊജക്ട് എടുത്തിട്ടുണ്ടല്ലോ. ഈ പ്രൊജക്റ്റില് നമ്മൾ ഈ ഒരു ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പോർട്ടല് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടായിട്ട് തരുവാണ്. അതായത് ഏകദേശം 30,000-35,000 രൂപ ഈ മിത്ര ജനസേവന കേന്ദ്രം പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് മേടിക്കുന്ന ഒരു പോർട്ടലാണത്. വെറും അത് മാത്രമേ ഉള്ളൂ. അതിനാണ് അവര് ഈ ഒരു 30,000 രൂപ ഫ്രാഞ്ചൈസി കോസ്റ്റ് ആയിട്ട് മേടിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മിത്രയൊക്കെ കണ്ടിട്ടുണ്ടാവും, ജനസേവന കേന്ദ്രം ഒരു നീല കളർ ബോർഡ് കണ്ടു. അതൊക്കെ ഗവൺമെന്റിന്റെ അല്ല, അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പൊ അവർ കൊടുക്കുന്ന ഒരു പോർട്ടലിന്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു വർക്കിംഗ് പോർട്ടൽ ഉണ്ടാവും ഇതുപോലെ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു വർക്കിംഗ് പോർട്ടൽ വരുന്നത്. നിങ്ങൾ ഇതുപോലെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ വർക്കിംഗ് പോർട്ടലാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ സേവ എന്ന് പറയുന്ന ഒരു ടാബിൽ നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് സർവീസ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സർവീസുകൾ കാണാം. ക്ലിയർ? ഒരു കുട്ടി പാൻ കാർഡിന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് പറയുവാണ്. പാൻ കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ പാൻ കാർഡ്, ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ്, പാൻ കാർഡ് കറക്ഷൻ, ഇ പാൻ, റീപ്രിന്റ് പാൻ കാർഡ്, ദെൻ ട്രാക്ക് പാൻ കാർഡ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ട്. 2, 4, 6 സർവീസ് ആണ് ഇതിൽ വരുന്നത്, പാൻ കാർഡിന്റെ മാത്രം. ക്ലിയർ? ഓക്കെ, അപ്പൊ ന്യൂ പാൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡിന്റെ സൈറ്റിലേക്ക് പോയി. ക്ലിയർ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ നമ്മുടെ ഏകജാലകയുടെ ആപ്പിലേക്ക് വരിക. ആപ്പിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റ് സർവീസ് എടുക്കുക. ഇതിൽ പാസ്പോർട്ട് സർവീസ് ആണെങ്കിൽ, പാൻ കാർഡ് സർവീസ് ആണെങ്കിൽ ന്യൂ പാൻ കാർഡ് എടുക്കുക, വീഡിയോ എടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ പാൻ കാർഡ് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിനായി നമുക്ക് നമ്മുടെ പോർട്ടൽ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇ ഗവേണൻസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൽ പാൻ കാർഡ് എന്ന പോർട്ടലാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിൽ ന്യൂ പാൻ കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, എന്ത് സിമ്പിൾ അല്ലേ? നേരെ ഹെഡ്സെറ്റ് വെക്കുക, കേൾക്കുക, ചെയ്യുക. സിമ്പിൾ. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ചേച്ചിമാർ, അക്ഷയ ചേച്ചി എന്നാണ് നമ്മളൊക്കെ പറയാം. അപ്പൊ ഈ അക്ഷയ ചേച്ചിമാര് പറയും ഇന്ന സർവീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നെറ്റ് സ്ലോ ആണ്, നെറ്റ് ഡൗൺ ആണെന്ന് പറയും. ഓക്കെ, സത്യത്തിൽ അതൊന്നല്ല, ആ സർവീസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സർവീസ് വന്നു, പാസ്പോർട്ട് ചെയ്യണോ ചെയ്യാം. പാസ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ട് മാസം 20,000, 25,000 രൂപ മേടിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. കാരണം പല ഗ്രൂപ്പുകളിലും ഇവർ മെസ്സേജ് അയക്കുന്നു പാസ്പോർട്ട് സർവീസിന് വേണ്ടി. സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇവര് പാസ്പോർട്ടിന്റെ മെസ്സേജ് അയക്കും. ഇപ്പൊ ഡിപ്ലോമ കോളേജിന്റെ ഗ്രൂപ്പിലേക്ക് തോന്നുന്നു എന്റെ ജില്ലാറമ്മയുടെ മെസ്സേജ് അയച്ചിട്ട് ഏകദേശം 40-45 കുട്ടികൾ ഒരുമിച്ച് മാഡത്തിന് പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഏകദേശം അയച്ചു കൊടുത്തു, ആളത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഒരു പാസ്പോർട്ടിന്റെ സർവീസ് ചെയ്യാൻ തന്നെ ഏകദേശം 300 രൂപ മുതൽ മേടിക്കാം, 300 രൂപ ചാർജ് മേടിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു പാർട്ടാണ്. എങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം നമ്മളാണ്. നമുക്കൊരു പദ്ധതി കിട്ടി, ഈ പദ്ധതിയിലൂടെയൊക്കെ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം നമ്മളാണ്. ഓക്കെ, വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. മെയിൻലി നമുക്ക് എന്താ, പ്രൊഡക്റ്റ് പഠിക്കാം. പ്രൊഡക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യേണ്ടത് സെൽഫ് ബ്രാൻഡിങ്ങിലൂടെയാണ്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡിന്റെ അംബാസഡർ. ലുലുമാളിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യം ആരെയും ഓർമ്മ വരിക? ആരെയായിരിക്കും? മേഘമേ? യൂസഫ് അലി. അപ്പം നമ്മൾ ഗ്ലോബലി അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാം. നിങ്ങൾ അറിയപ്പെടണം, മേഘ മേഡത്തിന് അറിയപ്പെടണം, സൽമാൻ സാറിന് അറിയപ്പെടണം, സ്നേഹ മേഡത്തിന് അറിയപ്പെടണം. ആ രീതിയിലേക്ക് നമ്മളൊരു സെൽഫ് ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇപ്പം കുറച്ച് ആളുകളേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു അവയർനെസ് പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പതിയെ തുടങ്ങി വെക്കാം. അപ്പം 2 കാര്യങ്ങളുണ്ട് സെൽഫ് ബ്രാൻഡിങ് ചെയ്യുമ്പോൾ. 2 കാര്യമുണ്ട്. ഒന്ന്, ആ പ്രൊഡക്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പഠിക്കുകയാണ്. അവിടെ ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് മാസ്റ്റർ ആയിട്ടുണ്ടാവും. അതാണ് ഈ മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചാൽ പോരാ, അതിനെ മാസ്റ്റർ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ട് പറയാൻ പഠിക്കും. അതാണ് ഇതിന്റെ ഒരു ടെക്നിക്സ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ആണെങ്കിൽ പറയാൻ പോകുന്നത്. ഇതുവരെ ഇ ഗവേണൻസിന്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇ ഗവേണൻസിന്റെ കാര്യം മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ക്ലിയർ അല്ലേ? അഡ്മിഷൻ ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാം ചെയ്യാം. ഏകജാലകത്തിൽ വരുന്ന എല്ലാം നമുക്ക് ചെയ്യാം.
അതായത് ആധാർ കാർഡിന്റെ ചില ചില അക്ഷയ കേന്ദ്രയും ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ സർവീസുകളും നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്തത് ഏകജാല കേന്ദ്രയുടെ IT ബെനിഫിറ്റ്സുകളാണ്. നിങ്ങൾക്ക് തരാൻ പോകുന്ന IT ബെനിഫിറ്റ്സ്. അതാണ് വർക്കിംഗ് പോർട്ടൽ. നിങ്ങൾക്ക് തരുന്ന വർക്കിംഗ് പോർട്ടൽ നിങ്ങൾക്ക് തരും. സെന്റർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം 4 വർക്കിംഗ് പോർട്ടൽ ഉണ്ടായിരിക്കും. കൗൺസിലർ ആണെങ്കിൽ ഒരു വർക്കിംഗ് പോർട്ടൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സിംഗിൾ യൂസർ ആയിരിക്കും. മാർക്കറ്റിംഗ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസൈൻ പഠിപ്പിക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടി നമ്മളൊരു മാർക്കറ്റിംഗ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പോർട്ടലിൽ തന്നെ കയറി കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേണിംഗ് ആപ്പ് സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ മീൻസ് ഇതിൽ തന്നെ ഓൾറെഡി പോസ്റ്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ പോർട്ടലിന്റെ ഉള്ളിൽ തന്നെ പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ ഇങ്ങനെ ആയിരിക്കും കാണാം. അപ്പൊ ഇതിൽ ഏറ്റവും താഴത്തായിട്ട് ഇപ്പൊ മേഘ മേഡത്തിന്റെ ആണ് പോസ്റ്റർ ഇതിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴത്തായിട്ട് മാമിന്റെ സെന്റർ കോഡും മാമിന്റെ പിൻ കോഡും മാമിന്റെ നമ്പറും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഈ പോർട്ടലാണ് മാർക്കറ്റിംഗ് പോർട്ടൽ എന്ന് പറയുന്നത്. IT ബെനിഫിറ്റ്സുകളാണ് പറയുന്നത് കേട്ടോ. അത് ക്ലിയർ ആയല്ലോ? മാർക്കറ്റിംഗ് പോർട്ടലിന്റെ കാര്യം മനസ്സിലായല്ലോ? വർക്കിംഗ് പോർട്ടൽ മനസ്സിലായില്ലേ? ഞാനിപ്പോ ലോഗിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദെൻ മാർക്കറ്റിംഗ് പോർട്ടൽ നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വരുന്നത് പബ്ലിക് പോർട്ടലാണ്. പബ്ലിക് പോർട്ടൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ പേര് നമ്മുടെ ഇലേൺ ഏകജാല കേന്ദ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഒരു സ്റ്റുഡന്റ് കയറുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആരെങ്കിലും കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറി എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ സൽമാൻ സാറിനെ ലിസ്റ്റ് ചെയ്യും, അജിത മേഡത്തിനെ ലിസ്റ്റ് ചെയ്യും, എല്ലാവരെയും നിങ്ങളെ ലിസ്റ്റ് ചെയ്യും. ഇതുപോലെ ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മുടെ കൗൺസിലേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ നിങ്ങൾ പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പബ്ലിക്കിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഏതെങ്കിലും ഒരു സർവീസിനായിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് കൗൺസിലറെ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർവീസിലേക്കാണ് പോവാം. ഓക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവോധയുടെ ഒരു സർവീസ് ആണ് വേണ്ടതെന്ന് വരിക. ഓക്കെ. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനാണ് വേണ്ടത്, അല്ലെങ്കിൽ AC റിപ്പയറിംഗിനാണ് വേണ്ടത്. ഈ കോഴ്സ് ഈ കുട്ടിക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാം. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ വർക്കിംഗ് പോർട്ടലിന്റെ ഉള്ളിൽ വന്ന് കിടക്കും, ഇവിടെ വന്ന് കിടക്കും. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഇതേപോലെ നിങ്ങൾക്ക് തരുന്ന പോർട്ടലിൽ വന്ന് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ വിളിക്കാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, വിളിക്കുന്നു. ഇത് ആര്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിനെയാണ്, ഇയാളുടെ അസസ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ വിളിച്ച് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. മാർക്കറ്റിംഗ് പോർട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. മീൻസ് പബ്ലിക് പോർട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക് പോർട്ടലിൽ നിങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലൂടെ വരുന്ന എൻക്വയറീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് ട്രെയിനിങ് ആപ്പ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ട്രെയിനിങ് ആപ്പ് ആക്ടിവേഷൻ ആയിട്ടുണ്ടാവും. ആക്ടിവേഷൻ ആക്കാത്തവർ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള ഫയൽ എടുക്കുന്ന ആളുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും, എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരും. ട്രെയിനിങ് ആപ്പിന്റെ ആക്ടിവേഷൻ നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ നമ്മളൊരു എക്സിക്യൂട്ടീവ് ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ എക്സിക്യൂട്ടീവ് ആപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സൽമാൻ സാർ ഒരു ട്രാവൽ പോവാണ് എന്ന് വിചാരിക്കാം. ആ ട്രാവൽ പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു, ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ കണ്ടു. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ വാട്സപ്പ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ആപ്പ് വഴി അയാളുടെ നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ഓൾറെഡി നിങ്ങളുടെ പോർട്ടലിന്റെ ഉള്ളിലേക്ക് ആയി. ആരുടെ? നിങ്ങൾക്ക് തരുന്ന വർക്കിംഗ് പോർട്ടലിന്റെ ഉള്ളിലേക്ക് വന്ന് കിടക്കും. പിന്നെ അതിനെ പല രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം, പല സർവീസുകളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഏകജാലകയുടെ എക്സിക്യൂട്ടീവ് ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റിംഗിലാണ്. അത് ഏറ്റവും നിയറസ്റ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കരിയർ ഹാൻഡ് ബുക്ക് ആണ്. അത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കരിയർ ഹാൻഡ് ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിയർ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 ഏതൊക്കെയുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കറിയില്ല. +2 കഴിഞ്ഞു, ഏതൊക്കെ വെർട്ടിക്കൽ ഉണ്ട്. ഇപ്പൊ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലാന്ന് വിചാരിക്കും. ഈ ബയോടെക്നോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ആസ്പെക്ട്സ് ഉണ്ട്, എന്തൊക്കെ ഓൾ ഇന്ത്യ ലെവൽ എന്തൊക്കെ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ഏതൊക്കെ ടോപ്പ് ലെവൽ കോളേജസ് ആണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കരിയർ ഹാൻഡ് ബുക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ഓരോ വർഷവും പുതുക്കി വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കരിയർ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമുക്ക് എല്ലാവർക്കും. അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തനം ആരംഭിക്കാം. നിങ്ങളുടെ ഓൺ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറെ നിങ്ങൾ വേറെ എന്നുള്ളതല്ല. ആദ്യം മനസ്സിലായി നമ്മൾ ഒന്നാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട്, ഇപ്പോഴും നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് നിന്ന് മാറണം. നിങ്ങളാണ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്നുള്ളത് ഒരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ സർവീസുകൾ ഉണ്ട്. അപ്പൊ ഈ സർവീസുകളെല്ലാം നമ്മൾ അടുത്തത് സെയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഇൻകം വരിക. സെയിൽ ചെയ്യണം.
അപ്പൊ അതിനുവേണ്ടി ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ എന്നുള്ള പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും സർവീസുകൾ എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി ഞാൻ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ കരിയർ കൗൺസിലിംഗിൽ മാസ്റ്റർ ചെയ്യുക. രണ്ട്, അഡ്മിഷൻ കൗൺസിലിംഗിൽ മാസ്റ്റർ ചെയ്യുക. മൂന്ന്, ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിൽ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സമയമില്ല. നമ്മളൊരു ഓണ്ടർപ്രണർ ആയി കഴിഞ്ഞാൽ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല. അപ്പൊ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എന്ത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അവിടെയാണ് ബിസിനസ് എന്ന് പറയുന്നത് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിൽ സർട്ടിഫിക്കേഷന്റെ ഒരു പ്രൊജക്ട് നമ്മുടെ ജുൽനാറ മേഡം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് വീട് പണി നടക്കുകയാണ്. വീട് പണി നടക്കുന്ന സമയത്ത് അദ്ദേഹം പെയിന്റ് മേടിക്കാൻ വേണ്ടി പെയിന്റ് ഷോപ്പിൽ പോയി. പെയിന്റ് ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിരവധി ഈ പറയുന്ന പെയിന്റർമാർ വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും സർട്ടിഫിക്കറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ആള് ചെയ്തൊരു കാര്യം അവിടുത്തെ പെയിന്റ് ഷോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. പെയിന്റ് ഷോപ്പിലെ ഓണറുമായിട്ട് എഗ്രിമെന്റ് ചെയ്തു. നിങ്ങളുടെ അവിടുന്ന് ഒരാളെ പെയിന്റിങ്ങിന് വേണ്ടി പെയിന്റർ സർട്ടിഫിക്കറ്റിന് വേണ്ടി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ തരും. മേഡത്തിന് കിട്ടുന്നത് അപ്പോഴും 1000 രൂപ മേഡത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, വീടിന്റെ പെയിന്റ് പണിക്ക് പെയിന്റ് മേടിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ വേണമെങ്കിൽ പെയിന്റ് മേടിച്ചിട്ട് വീട്ടിലേക്ക് വരാം. നേരെ മറിച്ച് അവിടെ ഒരു ബിസിനസ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് അവിടെ എവിടെയൊക്കെയോ ജനറേറ്റ് ആയി. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവെയർഡ് ആവുക. എവിടെയൊക്കെ ആർക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു മിനിറ്റ് പോലും വെറുതെ കളയാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ നമുക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജിക് മെത്തേഡുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടായിട്ട് വരുമ്പോൾ പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞു തരും. നെർച്ചറിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ക്ലോസ് ചെയ്യണം, എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ കരിയർ കൗൺസിലിംഗിൽ മാസ്റ്റർ ചെയ്യണം, അഡ്മിഷൻ കൗൺസിലിംഗിൽ മാസ്റ്റർ ചെയ്യണം, ബിസിനസ് ട്രെയിനിങ്ങിൽ മാസ്റ്റർ ചെയ്യണം. പിന്നെ വരുന്നത് ഈ പറയുന്ന ഈ സേവയിൽ നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. അതെല്ലാം നമുക്ക് അത് മാസ്റ്റർ ചെയ്യാന്നുള്ളതല്ല, ആ ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്സെറ്റ് ഇട്ട് കേട്ട് എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഒന്നും ഇതിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല, എല്ലാം റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒരു കസ്റ്റമർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ട്രസ്റ്റ് ബിൽഡിംഗ് പോകും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം, അത്രേ വേണ്ടൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ തന്നെയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും വരണം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് വരുന്നത്. അപ്പൊ ഈ മാസം നമുക്ക് ഒരു അഡ്മിഷൻ കോളേജ് അഡ്മിഷന്റെ സീസൺ ആണ്. നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഒരു ഫിനാൻസ് ഒരു 15,000 രൂപയാണ് നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ 15,000 രൂപ നമ്മൾ ഈ സീസണിൽ നിങ്ങൾ ഈ 15,000 എന്നുള്ളത് ഒരു മിനിമം ഒരു 5 അഡ്മിഷൻ എങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങളത് ഒരു 1 lakh നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. മിനിമം 5 അഡ്മിഷൻ ഈ സീസണിൽ. ഒരു BSc നഴ്സിംഗ് ആയിരിക്കാം, എഞ്ചിനീയറിംഗ് ആയിരിക്കാം, ഏത് കോളേജ് അഡ്മിഷനോ ആയിക്കോട്ടെ, നമ്മൾ മിനിമം ഒരു 5 എണ്ണം, ഇനി വേണ്ട ഒരെണ്ണമെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇറക്കിയ പൈസ നിങ്ങൾ റീഫണ്ട് മേടിക്കുക അല്ലെങ്കിൽ തിരിച്ചു മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അജിത മേഡൊക്കെ എനിക്ക് തോന്നുന്നു അജിത മേഡത്തിന് ഇപ്പൊ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് കൊടുക്കാനുള്ള ഏകദേശം 14,000 രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അതിൽ നോക്കാനുണ്ട് ഇനി എത്രയാണെന്നുള്ളതൊക്കെ. അതിപ്പോ ഒരു അഡ്മിഷന്റെ ഒരു പ്രോസസ് ആകുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഡ്യൂറേഷൻ ഉണ്ട്. ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ കുട്ടിക്ക് ചിലപ്പോൾ ലോൺ സാങ്ഷൻ ചെയ്യേണ്ടി വരും. ലോണിന്റെ സാങ്ഷൻ ചിലപ്പോൾ ചില സമയത്ത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ജോയിൻ ചെയ്യാനുള്ള ഒരു ടൈം ഡ്യൂറേഷൻ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫിനാൻസിന്റെ ഒരു ലാഗിങ് വരാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അഡ്മിഷന്റെ വർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോ ഇ-ലേണിന്റെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഉണ്ട്, ഇതെല്ലാം നമുക്ക് സെയിൽ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കരിയർ ഡോക്ടർ ആവുക എന്നുള്ളതും കൂടി ഇതിന്റെ പ്രധാന. അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. കരിയർ കൗൺസിലിംഗിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഗിരി സാർ പറഞ്ഞു അഡ്മിഷൻ കൗൺസിലിംഗിലേക്ക് ആദ്യം തന്നെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ അജിത മേഡം അഡ്മിഷൻ കൗൺസിലിംഗിലാണ് കാലെടുത്ത് വെച്ചത്. കാരണം മാം കൗൺസിലിംഗ് ട്രെയിനിങ്ങിലേക്ക് പോയിട്ടില്ല. അപ്പം കൗൺസിലിംഗിന്റെ ട്രെയിനിങ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിഷൻ കൗൺസിലിംഗിലൂടെ നല്ല രീതിയിൽ ഇൻകം വരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് അതും പതിയെ തുടങ്ങി വെക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം സീസൺ ആണ്. ഇപ്പോ ഡിഗ്രിയുടെ ആണെങ്കിലും ഓൾറെഡി അഡ്മിഷൻ ഓൺലൈൻ PG UG കോഴ്സുകളുടെ ഒക്കെ അഡ്മിഷൻസിന്റെ ഒരു സീസൺ ആണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ പതിയെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഇനി നമ്പർ എടുക്കാത്തവരാണെങ്കിൽ നമ്പർ എത്രയും പെട്ടെന്ന് എടുക്കുക. ഒരു ബിസിനസ് നമ്പർ നമുക്ക് വേണം. ആ ബിസിനസ് നമ്പർ ഏകജാലയ കേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം. അതിന്റെ വാട്സ്ആപ്പ് ബിസിനസ് പ്രൊഫൈല്, വാട്സ്ആപ്പ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രൊഫൈൽ സെറ്റപ്പ്, ഇതൊക്കെ ഞാൻ ട്രെയിനിങ്ങിൽ പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും.
അപ്പൊ അതിനുവേണ്ടി വാട്സ്ആപ്പ് ബിസിനസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊരു സെപ്പറേറ്റ് നമ്പർ ആയിട്ട് തന്നെ നിങ്ങൾ ഒരു വാട്സ്ആപ്പ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. അതേപോലെ ഒരു അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് വേണം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനും. അതുപോലെ തന്നെ ചില കേസുകളിൽ പേയ്മെന്റ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മേടിക്കേണ്ടി വരും. ചില ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ GST-യുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ വരും. ചിലപ്പോൾ സ്കൂളൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ലാസ്റ്റ് തൃശ്ശൂർ ഒരു സ്കൂളുമായിട്ട് നമ്മുടെ ഒരു കൗൺസിലർ ടൈപ്പ് ചെയ്തിരുന്നു. അപ്പൊ 1 ലക്ഷം രൂപയാണ്, 1,18,000 രൂപയാണ് ആ മേഡം മേടിച്ചത്. ഓക്കെ. അപ്പം അസസ്മെന്റിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 1,18,000 രൂപ സ്കൂളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു GST ബില്ല് വേണമെന്ന് പറഞ്ഞു. GST ബില്ല്. അപ്പൊ മാഡത്തിന് GST ഇല്ലല്ലോ, സെന്റർ നടത്തുകയാണെങ്കിൽ GST ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് GST ബില്ല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവര് നമ്മുടെ ഏകജാലകയുടെ അക്കൗണ്ടിലേക്കാണ് പേയ്മെന്റ് ഇട്ടത്. അപ്പൊ ആ 18,000 രൂപ നിങ്ങൾക്ക് കിട്ടില്ല, 1 ലക്ഷം രൂപ തന്നെ കിട്ടുള്ളൂ. GST നമുക്ക് ഗവൺമെന്റിൽ അടയ്ക്കാനുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ബാലൻസ് പേയ്മെന്റ് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആ സമയത്ത് പറഞ്ഞുതരും, സെയിൽ നടക്കുന്ന സമയത്ത് പറഞ്ഞുതരും. പിന്നെ ഓരോ പ്രൊജക്റ്റിനും ഓരോ രീതിയിലാണ് പേയ്മെന്റ്. ഇപ്പൊ അഡ്മിഷന്റെ ഒക്കെ പ്രൊജക്ട് ആണെങ്കിൽ ഡയറക്റ്റ് കോളേജിലേക്കാണ് പേയ്മെന്റ് വരിക. ചില കേസുകളിൽ ഡൊണേഷന്റെ കേസുകൾ വരുന്ന സമയത്ത് അത് ബാക്ക് എൻഡിലൂടെ കൊടുക്കേണ്ട പേയ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ഫയലും നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഓരോരോ പ്രൊജക്റ്റുകളിലും ഡിഫറെന്റ് ROI ആണ്. ഓരോരോ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന പ്രൊജക്ടുകളിലെല്ലാം തന്നെ ഡിഫറെന്റ് ROI ആണ് വരിക. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരിക. നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷനും വ്യത്യാസമുണ്ട്. പേയ്മെന്റ് മേടിക്കുന്ന കാര്യങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. ചിലപ്പോൾ കോളേജിൽ മേടിക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിക്കേണ്ടി വരും, ചിലപ്പോൾ ഏകജാലകേന്ദ്രയുടെ അക്കൗണ്ടിലേക്ക് മേടിക്കണം. പല രീതിയിലാണ് പലതും വരിക. അപ്പൊ ഓരോ പ്രൊജക്റ്റും അതിന്റെ നേച്ചറും വ്യത്യാസം ഉണ്ടാവും. അതാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് അപ്പൊ ഒരു ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യാം. ഞാൻ നിങ്ങളുടെ ബിസിനസ് സപ്പോർട്ടിലും അഡ്മിഷൻ സപ്പോർട്ടിന്റെയും ഹെഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ബാക്ക് എൻഡിൽ ഉണ്ടാവും. നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒരുമിച്ച് പോവാണ്. അത് മാത്രം ആലോചിക്കുക കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലേക്ക് വരണം, ഫിനാൻസ് ഉണ്ടാക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മനോജ് സാറേ? സാറേ, ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് കോളേജുകളിലെ PG ഡിഗ്രി എല്ലാം വരുന്നുണ്ടോ? എല്ലാം ഉണ്ട് സാർ, എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു PG കോഴ്സിന് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ സബ്ജക്ട് പറഞ്ഞ് ജില്ല പറഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെടും. അത് സാർ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുട്ടിയുടെ ഒരു ബഡ്ജറ്റും കൂടി ചോദിക്കണം. ചില കേസുകളിൽ പിന്നെ ലോൺ ഫെസിലിറ്റീസ് വേണമെന്നുള്ള കൂടി ചോദിക്കണം അവർക്ക്. ചില കേസുകളിൽ ലോൺ ഫെസിലിറ്റി വേണ്ടി വരുന്ന കേസുകൾ വരാറുണ്ട്. അപ്പം പിന്നെ കുട്ടികൾ ചില കോളേജുകളിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പൊ പലതും സാർ കേസ് ഫയൽ ഇടുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും എങ്ങനെയാണുള്ളത്. ഓരോ ഫയലും നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിയും. ഓക്കെ സാർ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അജിത മാമിന്റെ ഒരു 4 എണ്ണം പെൻഡിങ് കിടക്കുന്നുണ്ട്. ഒന്ന് ഞാൻ LLB നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെഹ്റുവിന്റെ ഇന്ന് തരാം. പിന്നെ വരുന്ന അവോധയുടെ ഒരു അഡ്മിഷൻ നിൽക്കുന്നുണ്ട്. സ്കിൽ കോഴ്സ്. എന്താണ് വേഗം ആയിക്കോട്ടെ. നമുക്കേ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അഡ്മിഷന്റെ ഒരു സമയമാണല്ലോ. അപ്പൊ നമുക്ക് +2 ഡാറ്റാബേസ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തൂടെ? ചെയ്യാം. അല്ല, അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽസ് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യും? എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? അതിന് മാമിന് ഏകജാലകേന്ദ്രയുടെ ഒരു നമ്പർ വേണം, വാട്സ്ആപ്പ് ബിസിനസ് വേണം. എന്നിട്ട് അതിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. ഇനിയിപ്പോ മാം സെന്റർ അല്ലേ എടുത്തിരിക്കുന്നത്? അതെ. സെന്ററിൽ സ്റ്റാഫിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവരുടെ നമ്പറിലേക്ക് അവരെ നമ്മൾ പഠിപ്പിക്കണമല്ലോ കാര്യങ്ങൾ. അഡ്മിഷൻ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ. അവർക്ക് ആപ്പ് ആക്ടിവിറ്റി പാക്കിന് ചെയ്ത് കൊടുക്കും ട്രെയിനിങ്ങിന്റെ. എല്ലാ സർവീസുകളും അവർക്കും ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരും ഇതിന്റെ പാർട്ടായിട്ട് മാറുവാണ്. മാം മാത്രം ഓവർലോഡ് എടുക്കാതെ അവരെയും കൂടി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കാം. അല്ല, അപ്പൊ അങ്ങനെ ട്രെയിനിങ് ആണെങ്കിൽ ഓൺലൈൻ ആയിരിക്കും വരുന്നത്? ആപ്പിൽ തന്നെ കൗൺസിലർ ട്രെയിനിങ് മാമിനെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള അഡ്മിഷൻ കൗൺസിലിംഗ്, സേവ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കും മൊബൈൽ ആപ്പ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? മാമിന്റെ മൊബൈൽ നമ്പറിന് മാമിന്റെ ഓഫീസ് നമ്പർ ഉണ്ടെങ്കിൽ മാമിന്റെ തന്നെ ഒഫീഷ്യൽ നമ്പറിൽ ആക്ടിവേഷൻ ആക്കാം. ഇൻ കേസ് ഏതെങ്കിലും സ്റ്റാഫ് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ബാക്കെൻഡിൽ ആക്ടിവേഷൻ ചെയ്യാൻ പിന്നെ പേയ്മെന്റ് അടക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ എപ്പോഴും മൊബൈൽ എപ്പോഴും നമ്മുടെ കമ്പനിയുടെ തന്നെ ആക്കി മാറ്റുക, 1-2 ഫോൺ ഉണ്ടെങ്കിൽ. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ഇനിയിപ്പോ ഒരു സ്റ്റാഫ് പോയാലും ഇതിൽ ഒരു പുതിയൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ആപ്പിൽ കയറിയിട്ട് തന്നെ പഠിക്കാമല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രെയിനിങ് ആണ്, അഡ്മിഷൻ ഓഫീസറിന്റെ ട്രെയിനിങ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് ഈ 6 മൊഡ്യൂൾ കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഓക്കെ. അപ്പൊ അവരത് 6 ക്ലാസ് കഴിഞ്ഞാൽ അത് പഠിച്ചു അവര്. ഓക്കെ. പിന്നെ അങ്ങനെ ഓരോന്നിനും പ്രൊഡക്റ്റ് പഠിക്കണം. പ്രൊഡക്റ്റ് പഠിക്കാതെ നമുക്ക് ഒരിക്കലും സെയിൽ നടത്താൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി ഇപ്പം അമൃതയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അമൃതയുടെ ട്രെയിനിങ്ങിൽ കൃത്യമായിട്ട്
അതിൽ 4 മൊഡ്യൂളായിട്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യും ക്ലാസ്സുകൾ. അപ്പൊ അമൃതയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാം നമ്മൾ പഠിക്കാൻ എല്ലാം മാം തന്നെ ട്രെയിനിങ് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ സ്റ്റാഫുകളുടെ പ്രൊഫൈൽ മാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ മാം, പറഞ്ഞാൽ മതി എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ മാം. പിന്നെ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ 17 യൂണിവേഴ്സിറ്റികളുടെ അതിന്റെ കമ്മീഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഷെയർ ചെയ്യും. പിന്നെ എല്ലാ കോളേജുകളിലും ഇപ്പൊ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ മീൻസ് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കോളേജുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഡ്രൈവ് ഷെയർ ചെയ്യാം. അതിന്റെ വർക്ക് നമ്മൾ ബാക്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസിയാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ മീൻസ് കേരള അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ക്ലിയർ ആയല്ലോ സർ? അതുപോലെ ഇപ്പൊ ഈ അഡ്മിഷന്റെ ടൈമാണ് നേരത്തെ മാം പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഒരു പോസ്റ്റർ ക്രിയേഷൻ സാർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കേട്ടതേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഒന്ന് പഠിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ക്ലോസ് ആവും മിക്കവാറും. ക്ലോസ് ആവും സാർ. അപ്പൊ നമ്മുടെ അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ട്, അഡ്മിഷന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അഡ്മിഷന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് സാറിനെ ആഡ് ചെയ്യും. സാർ ആഡ് ചെയ്തിട്ടുണ്ടോ? സാർ ഞാൻ ഇന്ന് തൊട്ടേ ഉണ്ടായിട്ടില്ല സർ. ഞാൻ ഏതിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കയറിയിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റേഴ്സ്, അതിൽ നമ്പേഴ്സ് ഇല്ലാത്ത പോസ്റ്റേഴ്സ് നമ്മൾ തരുന്നത്. ഓക്കെ. അപ്പൊ സാറിന് സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം വെക്കാം. അപ്പൊ അതിലൂടെ വരുന്ന ലീഡ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ല.